നല്ലൊരു എംബ്രോയിഡറി പഠിച്ചാലോ? ഞാൻ ഇന്നൊരു സാരി ബ്ലൗസിൻ്റെ നെക്ക് ലൈൻസും അതിൻ്റെ സ്ലീവ്സും ഒക്കെ ആയിരിക്കും എംബ്രോയിഡറി ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇത് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ബീഡ്സ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും കൂടിയ ഒരു എംബ്രോയിഡറി ആയിരിക്കും. നമുക്ക് ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ ഇട്ട് കളിക്കാം ഇന്ന്. ഓക്കെ, വളരെ ഈസിയാണ്, ആരും അറിയില്ല എന്ന് പറയണ്ട, കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കും നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് സാരി ബ്ലൗസേലോ അല്ലെങ്കിൽ നിങ്ങളുടെ ടോപ്പേലോ കുർത്തിയേലോ ഡ്രസ്സസേലോ എവിടെ വേണേലും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം. എന്തായാലും ഞാൻ ഈ സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ സ്ലീവ്സും ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഗ്രീനാ, പക്ഷെങ്കിൽ ഗ്രീൻ ഓൾവേസ് നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ വെട്ടത്തിൽ അത്ര അങ്ങോട്ട് ഇറക്കത്തില്ല അല്ലേ, എക്സ്പെഷ്യലി വീഡിയോയിൽ ഇറക്കത്തില്ല. നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ക്യൂട്ടായിരിക്കും, പക്ഷെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയതല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഗ്രീൻ ആ എക്സാക്ട് കളർ നമുക്ക് കിട്ടാൻ പാടാം, പക്ഷെ ബ്ലൂ ആണെങ്കിൽ തകർത്തേനെ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് എംബ്രോയിഡറി തുടങ്ങാം. ഇതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഗോൾഡും അതുപോലെ തന്നെ ഇത് കണ്ടോ വൈറ്റ് ബീഡ്സും ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഈ ഗോൾഡിൻ്റെ തന്നെ ഏകദേശം വലുപ്പമുള്ള വൈറ്റ് ബീഡ്സ് ആണ്, ചെറിയ കുഞ്ഞൊരു വൈറ്റ് ബീഡ്സ് ആണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് 2M ബീഡ്സ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതുകൂടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വലിയ ഗോൾഡ് ബീഡ്സും അതുപോലെ തന്നെ ഇത് കണ്ടോ ഇതുപോലത്തെ വലിയ ഗോൾഡ് ബീഡ്സും നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കിത് ചെയ്ത് തുടങ്ങാം. ഞാൻ സാധാരണ നീഡിലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കുഞ്ഞു ബീഡ്സ് പോലും ഇതിനകത്തൂടെ കയറി ഇറങ്ങണം, അതുകൊണ്ടാണ് ഞാൻ തിൻ നീഡിൽ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ മുത്തിൻ്റെ വലിപ്പം അനുസരിച്ചുള്ള നീഡിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചെയ്തു തുടങ്ങാം. ഞാൻ സെൻറ്ററിൽ നിന്ന് തന്നെ ചെയ്തു തുടങ്ങാൻ പോവുകയാണ്. ഓൾവേസ് നമ്മൾ സെൻറ്ററിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് വർക്ക് നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. ആദ്യം നമുക്കൊരു ബിഗ് ഗോൾഡ് മുത്ത് കോർത്ത് കൊടുക്കാം. പച്ചയിൽ ഗോൾഡ് വരുമ്പോൾ ആ ഭംഗിയുണ്ട്, എന്നെ രസം അല്ലേ. അല്ലെങ്കിൽ പച്ചയിൽ ഗോൾഡ് വർക്ക് സോ ബ്യൂട്ടിഫുള്ളാണ്. ഇതുണ്ടോ, നമുക്കിതിനെ ഇങ്ങനെ കോർത്തെടുക്കാം. സി, നന്നായിട്ടില്ലേ? ഇതിനെ നമുക്ക് ശരിക്കും ഒന്ന് ഉറപ്പിക്കാം. അതിനുവേണ്ടി നമുക്ക് 2 പ്രാവശ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തുന്നിക്കഴിയുമ്പോൾ ഇവനവിടെ ഉറച്ചിരുന്നോളും കേട്ടോ. കേട്ടോ, ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ ഉറച്ചിരുന്ന് ഇവന് അനക്കമില്ല. ഇനി നമ്മൾ അടുത്ത ഒരു പ്രാവശ്യം കൂടെ കുത്തിയെടുത്തിട്ട് ഇതുണ്ടോ, ഇനി നമ്മൾ ഈ കുഞ്ഞിരി ബീഡ്സുകൾ നമ്മൾ ഈ കുഞ്ഞൊരു ബീഡ്സുകളെ കോർത്തെടുക്കുക. നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ബീഡ്സിൻ്റെ വലുപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വെക്കുന്ന ബീഡ്സിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നമുക്ക് അതിന് ചുറ്റും വരണം ഈ ബീഡ്സ് കേട്ടോ. ഒരു റൗണ്ട് അടിച്ച് വരാൻ പോകും നമ്മളിപ്പോൾ. അതിനുവേണ്ടിയാണ് ഈ വൈറ്റ് ബീഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എത്ര ബീഡ്സ് വേണമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഡ്സിൻ്റെ വലുപ്പം. എനിക്ക് അബൌട്ട് ഒരു 9 ബീഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ചുറ്റും ഒന്ന് എത്തിപ്പെടത്തുള്ളൂ കേട്ടോ. കുഞ്ഞു ബീഡ്സ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ട്രബിളാണ് ഇതിനെ ഒന്ന് കോർത്തെടുക്കാൻ. അല്ലെങ്കിൽ ഈ എംബ്രോയിഡറി എല്ലാം കൊണ്ട് എളുപ്പമാണ്, കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങൾക്കിത് ഹെവി ആയിട്ട് ചെയ്തെടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ഹെവി ആയിട്ട് ചെയ്തെടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നല്ല ഭംഗിയായിട്ട് ഇതിനെ ചെയ്തെടുക്കാം. ഓക്കെ, കണ്ടോ, വെരി ഈസിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 9 ബീഡ്സ് കോർത്തു. ഇനി നമ്മളിതിനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടുവരും. എന്നിട്ട് എന്നെ എടുക്കുമെന്ന് അറിയാമോ? ഇതിന് ആദ്യം നമ്മൾ തുടങ്ങിയ കോർത്ത മുത്തില്ലേ, അതിലേക്ക് ഇതൊന്നുകൂടെ കോർക്കുക, നമ്മുടെ സൂചി ഒന്നുകൂടെ കോർത്തിറക്കുക. അപ്പോഴത്തേക്ക് ഇത് നല്ലതായിട്ട് കണ്ടോ, അപ്പം നല്ലതായിട്ട് വന്നേക്കെ നിങ്ങൾ കണ്ടോ, കണ്ടോ. എന്നിട്ട് നമ്മൾ താഴോട്ട് ഇതിനെ നിറക്കി കൊടുക്കുവാണെങ്കിൽ അതൊന്നുകൂടെ ലോക്കായി വീഴും. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി എന്നാ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുത്തിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ ഒന്നുകൂടെ കോർത്തിറക്കി ഇതുപോലെ നമ്മൾ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, ഇത് പിന്നെ ഒരിക്കലും അനങ്ങാതെ അവിടെ ഇരിക്കും. നിങ്ങൾ അവിടെ ഇവിടെ എല്ലാം ഒന്ന് കുത്തി കൊടുത്ത് ഇതിനെ സെറ്റ് ചെയ്തെടുക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് എങ്ങനെയാണ് കേട്ടോ. കണ്ടോ, ഇത്ര ഉള്ള നമ്മുടെ വൈറ്റ് ബീഡ്സിൻ്റെ പരിപാടി വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇതിപ്പോൾ മനസ്സിലായെന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു 5-6 സ്ഥലത്ത് ഇതുപോലെ കുത്തി കൊടുത്ത് ഇതിൻ്റെ ഇത് ഇടയ്ക്കോട്ട് അങ്ങ് കയറി പോകും കേട്ടോ. ഇത് നമ്മളങ്ങനെ കുത്തി തയ്ച്ചു എന്നൊരു വിധത്തിലും മനസ്സിലാവാത്ത രീതിയിൽ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇവിടെ ഞാൻ വേറൊരു കളർ റെഡ് കളറാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ട ഒരു ഫ്ലവറാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗ്യാപ്പ് ഇട്ട് തന്നെ ഇതിന് ചെയ്യാം. വീണ്ടും നമ്മൾ കാണാമല്ലോ അല്ലേ. വീണ്ടും നമുക്കൊരു റെഡ് മുത്ത് കോർത്ത് കൊടുക്കും. വീണ്ടും നമുക്കൊരു ഗോൾഡ് മുത്ത് ഇപ്പുറത്തോട്ട് മാറ്റി കോർക്കാം.
ഞാനിത് ഈ ഗ്യാപ്പ് ഇട്ടേക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഫ്രഞ്ച് നോട്ട് കൊണ്ടുള്ള ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് ഇതിൻ്റെ അങ്ങ് തീർന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈസി അല്ലേ ഇത് ചെയ്തെടുക്കാൻ? മനസ്സിലായല്ലോ എല്ലാവർക്കും? മനസ്സിലാവാത്തവരൊക്കെ പറയണം കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെ അങ്ങ് പോവും. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിത് പറഞ്ഞു തരുന്നത് ജസ്റ്റ് ബിഗിനേഴ്സോ, എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇതൊക്കെ എന്നാ പാടാവോ, ഇതെന്നാ മെനക്കെട്ട പണിയെന്നൊക്കെ പറഞ്ഞിരിക്കത്തില്ലേ, അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ എക്സ്പേർട്ടായ ആൾക്കാർക്ക് വേണ്ടി ഒന്നും തന്നെയല്ല കേട്ടോ. ഇത് എന്നിട്ട് നമ്മളിങ്ങനെ കോർത്ത് കൊടുക്കുക. ഈ അരിമുത്ത് കോർത്തെടുക്കാൻ ഇച്ചിരി സമയം എടുക്കുന്നേ ഉള്ളൂ, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് എപ്പോഴും ഒത്തിരി വെള്ളമുത്ത് വേണ്ടല്ലോ. ഇനിയിപ്പോൾ അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന ഫ്രഞ്ച് നോട്ടാണ്. അതൊന്നുകൂടെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് കേട്ടോ. കണ്ടോ? അപ്പോൾ നമ്മൾ മുത്തുകൾ കോർത്തിരിക്കുന്നു, ഇതിനെ വളച്ചെടുക്കുന്നു. അടുത്ത മുത്തയിലോട്ട് നമ്മൾ ആദ്യം തുടങ്ങി വെച്ച ആ മുത്തയിലേക്ക് കയറ്റുന്നു. ആൻഡ് ദെൻ കണ്ടോ, സംഭവം റെഡി. എന്നാ ക്വിക്കാന്ന് നോക്കിയേ, നല്ല രസമല്ലേ കാണാൻ? വളരെ പ്രിട്ടി ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? അത്രയ്ക്ക് ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കത്തില്ലേ? ഇത് നമ്മുടെ സാരി ബ്ലൗസിലൊക്കെ പിടിപ്പിക്കുമ്പോൾ കിടുവായിരിക്കത്തില്ലേ? ഒരു സിമ്പിൾ എന്നിട്ടൊരു വളരെ പ്ലെയിൻ ആയിട്ടൊരു സാരിയും കൂടെ കൊടുക്കണം. എന്നിട്ട് ഇത് ഹെവി ആയിട്ട് അങ്ങ് തയ്ച്ചു. ഞാൻ ഉദ്ദേശിക്കുന്ന വർക്കിലും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് ഒത്തിരി അങ്ങ് വർക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ അധികം ചെയ്യാത്തത്. പക്ഷേ നിങ്ങൾക്ക് എത്ര വെള്ളം വർക്ക് ഇതേ മോഡലിൽ ചെയ്ത് പിടിപ്പിക്കുക. എന്തായാലും അവിടം വരെ ആട്ടാ, നമ്മളിപ്പം ഇത്രയും വരെ ആയുള്ളല്ലോ. കേട്ടോ, നമ്മളിങ്ങനെ ഓരോന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുമ്പോൾ ഇത് പിന്നെ ഒട്ടുമേ അനങ്ങത്തില്ല. ഇത് കണ്ടോ? 4 സൈഡിൽ കൂടെ ഇങ്ങനെ കോർത്തെടുക്കുക, മുത്തിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റി വിടുക. ഇതാ കണ്ടോ? എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? കഴിയില്ലേ? നമ്മൾ പുറകൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ തയ്ച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ നമുക്കിതിനെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പം പിന്നെ ഒട്ടുമേ അനങ്ങത്തില്ല. സി കണ്ടോ? ഇതിപ്പോൾ ഉറച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഈ ബ്ലൗസ് കംപ്ലീറ്റ്ലി ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ഞാൻ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. എന്ത് പറയുന്നു? കണ്ടോ? ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ റെഡ് ഫ്ലവർ വെച്ച് കൊടുക്കാൻ പോവാണ്. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ട് ഇട്ടുകൊണ്ടാണ്. ഓക്കെ, ഇത് നമ്മുടെ നോർമൽ എംബ്രോയ്ഡറി നൂലാണ്. ഇതിനെ ഞാൻ 2 ലെയറായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള നോട്ട്സ് കിട്ടും. അപ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ ലെയർ ഇട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോണം. എങ്ങനെ നടുക്ക് നമുക്ക് ആദ്യം ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മളിങ്ങനെ ഇതിനെ പൊക്കിയെടുക്കുക. ഇതൊരു ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. എന്നിട്ട് ഇതുണ്ടോ, അതെ, ഈ സൂചീനെ നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് വെച്ച് കൊടുത്തിട്ട് 1 2, നിങ്ങൾക്ക് 1 വേണമെങ്കിൽ 1 ഇടാം, 2 ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ 3 വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമാണത്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് നമ്മൾ താഴോട്ട് സൂചി ഇറക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് പിടിച്ചോണം. അപ്പം നല്ല ഭംഗിയുള്ള നോട്ട്സ് അവിടെ വീഴും കേട്ടോ. നോക്കണേ, കണ്ടോ? നല്ല ഭംഗിയുള്ളൊരു പ്രിട്ടി നോട്ട് വീണാണ്ട്, ഒരു കുഞ്ഞു ഫ്ലവർ പോലത്തെ ഒരു നോട്ട് വന്ന് വീണ്. മനസ്സിലായോ എങ്ങനെ ചെയ്തതെന്ന്? വളരെ ഈസിയാണ്. ശ്രദ്ധിച്ചിരുന്നോ? ഒരു നോട്ട് ഞാൻ ഇട്ടു. ഇപ്പോൾ അതേ അടുത്ത നോട്ട് അടുത്ത് തന്നെ ഇടാൻ പോവാണ്. ശ്രദ്ധിച്ചോട്ടോ. കണ്ടോ? അടുത്ത അതിനെ ഇങ്ങനെ പൊക്കിയെടുത്തു. വളരെ എളുപ്പമാണ് ഫ്രഞ്ച് നോട്ട് ഇടാൻ. കണ്ടോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് കണ്ടോ? ഇത് കണ്ടോ? 1 2. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി ഇതിനെ ഇങ്ങനെ കുത്തി ഇറക്കുന്നു. പിന്നെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് പിടിച്ച് വെച്ചേക്കുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് നല്ല ഭംഗിയുള്ള നോട്ട്സ് കിട്ടും. തന്നെ പറ്റി കൊടുത്ത് കുരുക്കാം. കണ്ടോ? ഇതിങ്ങനെ പിടിച്ചു കൊടുത്തേക്കാമെങ്കിൽ ആകുമ്പോൾ പിന്നെ അനങ്ങാതെ നല്ലൊരു നോട്ടായിട്ട് അവിടെ വീഴും. കണ്ടോ? കണ്ടോ? നമുക്ക് വീണ്ടും അടുത്തൊരു നോട്ട് കിട്ടി. കാണാമോ നിങ്ങൾക്ക്? നമ്മളിനി അടുത്തത് നമ്മളൊരു 5 നോട്ട് ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ഫ്ലവർ കിട്ടും. അതാണ് നമ്മുടെ എയിം. ഇതണ്ട അടുത്തത്. കണ്ടോ? എത്ര എളുപ്പമാണെന്ന് നോക്കിയേ. വീണ്ടും 1 2. എന്നിട്ട് നമ്മൾ തന്നെ എടുക്കും. അടുത്ത് കൊണ്ട് പിന്നെ കുത്തിയിറക്കും. കണ്ടോ? നമുക്ക് 3 നോട്ട് കിട്ടി. ഇനി നമ്മൾ തന്നെ എടുക്കും. നമുക്കിനി 2 പേരും കൂടെ മതി. അപ്പം നമുക്കറിയാമല്ലോ ഒരു ഫ്ലവർ എങ്ങനെ വരണമെന്നുള്ളത്. നമ്മളിങ്ങനെ ഇടവിട്ട് അടുത്ത ആൾക്ക് അവിടെ കുത്തി വീണ്ടും പൊക്കിയെടുത്ത്. മനസ്സിലായല്ലേ എങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട് ഇടണ്ടേന്ന്? ഇനിയിപ്പോൾ ഫ്രഞ്ച് നോട്ട് അറിയില്ല എന്ന് ആരും പറയല്ലേ. അത്ര ഈസി ആയിട്ടല്ല ഞാൻ പറഞ്ഞു തരുന്നത്. മനസ്സിലായോ?
ഇതുണ്ടോ, ഇതുണ്ട്. നമ്മൾ ഇതിനെ ഇങ്ങനെ മുറുക്ക കൊടുക്കുവാണെങ്കിൽ പിന്നെ ആ നോട്ട് അയാതെ നല്ല ഭംഗിയിൽ അവിടെ ഇരിക്കും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇതാ നമുക്ക് 4 നോട്ട് കിട്ടി അല്ലേ. ഇപ്പം നമുക്ക് 1 നോട്ടിനെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം അവനെ 5 നോട്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് ഉറപ്പായി. മനസ്സിലായില്ലേ? മനസ്സിലാത്തവരാരെങ്കിലും ഉള്ളവരൊക്കെ ഒന്ന് കൈവഹിക്കേ. പിന്നെ ഈസി ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. എത്ര പ്രാവശ്യം വെള്ളം പറഞ്ഞുതരാം. നിങ്ങളിത് മനസ്സിലാക്കി ചെയ്ത് ഉടുപ്പെ തയ്ച്ച് ഇടുക എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. അതുകൊണ്ട് എത്ര പ്രാവശ്യം വേണേലും ഞാൻ പറഞ്ഞു തരാം. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് 3 നോട്ട് കിട്ടിയ കണ്ടോ. എന്നിട്ട് നമുക്കിതിനെ പുറകു ഭാഗത്ത് നമുക്കൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഏടി തയ്ച്ച് ഇതിനെ സെക്യൂർ ചെയ്യത്തില്ല, അതുപോലെ തന്നെ നമുക്കിതിനെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇതാ എങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഭംഗിയായിട്ട് കെട്ടിട്ട് അതിനെ സെക്യൂർ ചെയ്യുക. അത് അത്രമാത്രം ചെയ്യുക. അത് മാത്രം നമ്മളിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. വളരെ ഈസി ആയിരുന്നില്ലേ? ഒരെണ്ണം കൂടെ പഠിക്കണമെങ്കിൽ ഒരെണ്ണം കൂടെ പഠിക്കാം. എന്താ നമുക്കിവിടെ ഒരു നോട്ട് കൂടെ ഇട്ട് കൊടുക്കാം. എന്താ അവിടെ കുത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നൂല് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അപ്പുറത്ത് കൊണ്ടുവന്നിട്ട് അടുത്ത നിങ്ങൾക്ക് നൂല് കുറച്ച് ലാഭിക്കുകയും ചെയ്യാം. കാണാനൊന്നുകൂടെ ടൈഡി ആയിരിക്കും. കണ്ടല്ലോ. ഇനി എന്നാ എടുക്കുന്നേ? 1 2 എന്നിട്ട് നമ്മൾ ഇതാ ഇവിടെ കുത്തി ഇറക്കുന്നു. കണ്ടല്ലോ. ഇനി ഞാൻ കൂടുതൽ കാണിച്ചു തരണോ? മനസ്സിലായില്ലേ? നോട്ട് വീഴുന്ന കണ്ടോ? വീണ്ടും നമ്മൾ 5 നോട്ട്സ് ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അതോടെ അത് തീരും. ഇനി നമ്മൾ ചെയ്യുന്ന എന്നാന്നറിയാമോ? ഇതിൻ്റെ നടുവിൽ നമുക്ക് ഒരു ബീഡ് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ വെള്ളമുത്തിൻ്റെ നടുവിൽ നമ്മൾ ഈ വെള്ളമുത്തിൻ്റെ നടുവിൽ ഗോൾഡ് മുത്ത് കൊടുത്ത പോലെ തന്നെ നമുക്ക് റെഡ് മുത്തിൻ്റെ ഈ റെഡ് നോട്ടിൻ്റെ അകത്തും നമുക്കൊരു ഗോൾഡ് മുത്ത് വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് അവനെ കാണാൻ ഒന്നുകൂടെ സുന്ദരി മുത്തുക്കടമായിരിക്കും. ഓക്കെ, ഇതാ കണ്ടോ. ഓർത്തേക്ക് നിങ്ങളുടെ സാരി ബ്ലൗസിലൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഡിസൈൻ ഒന്നല്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതി വേണം അതിനെ ഡിസൈൻ ചെയ്തിട്ട് ഇതിനെ ഭംഗിയുള്ള ഫ്ലവേഴ്സാക്കി മാറ്റാൻ പറ്റും. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? കണ്ടോ. ഇനി ഒത്തിരി ഏതളുള്ളത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. എല്ലാം നിങ്ങൾക്ക് വിട്ട് തന്നേക്കുന്നു. പക്ഷേങ്കിൽ ഇത് ഭയങ്കര ക്യൂട്ടല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിനെ. അത് ഗ്രീനയിലോട്ടൂടെ വന്നേക്കുന്നതുകൊണ്ട് പറയും കൂടെ വേണ്ട. നിങ്ങൾ ബ്ലൂ വെയിൽ ചെയ്താലൊക്കെ നല്ല രസമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എല്ലാം അപ് ടു യു, എൻറ്റയർലി അപ് ടു യു കേട്ടോ. അപ്പം എന്നാൽ പിന്നെ ഇതുപോലെ തന്നെ ഞാനിത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ. എന്നിട്ട് എന്താ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു തരാം. ഓക്കെ, നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? നമ്മളിനി ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതിൻ്റെ നേരെ താഴെ ഞാൻ റെഡ് കൊടുക്കും. ഇതിൻ്റെ നേരെ താഴെ ഞാൻ വെള്ള കൊടുക്കും. ഇവിടെ റെഡ്, വീണ്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് കളേഴ്സ് ഇതിൻ്റെ താഴെ ഒരേ ലൈനിൽ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ? ഒരെണ്ണം നോക്കിയേക്കാം അല്ലേ. ഇവിടെ നമ്മൾ എടുക്കുന്നു, അടുപ്പിച്ച് തന്നെ. ഇവിടെ നമ്മൾ വെള്ളമുത്തായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ വെള്ളമുത്ത് ചെയ്ത് കൊടുക്കാം. കേട്ടോ, എല്ലാം എളുപ്പ പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഇതുപോലെ തന്നെ മുത്തുകൾ കോർത്തിട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്നിട്ട് ഇതിനെ ഇങ്ങനെ ചെയ്തെടുക്കുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ഒന്നിടവിട്ട്, ഇനിയിപ്പോൾ ഇവിടെ റെഡ്, അങ്ങനെ ഒന്നിടവിട്ട് നമ്മൾ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ലെയറിനെ 3 ലെയർ ആക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ റെഡ് കൊടുത്തു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻസ് പോലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. പക്ഷെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കേട്ടോ. പക്ഷെങ്കിൽ നമ്മുടെ മെത്തേഡ് ഇതായിരിക്കും. ഈ ഫ്ലവറുകളായിരിക്കും, അതായിരിക്കും നമ്മൾ മെയിനായിട്ട് ഇതിനകത്തും എയിം ഇടുന്നത് കേട്ടോ. ഈ ഫ്ലവറുകൾ എങ്ങനെ ഉണ്ടാക്കാൻ പഠിക്കുക. അതിലൂടെ ഒരു വർക്ക് കൂടെ ജസ്റ്റ് കാണിച്ചു തന്നു എന്ന് മാത്രം കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം ഇത് കാണാൻ പറ്റുന്നു എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ കിട്ടിയില്ല. എന്നാൽ ഇനിയിപ്പോൾ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ചെയ്ത് തീർത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലൗസ് മുഴുവൻ ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ നെക്ക് മുഴുവൻ ഇതുപോലെ തന്നെ ചെയ്യും. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് അറിയാമോ? നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കുഞ്ഞു കുഞ്ഞു ഗോൾഡ് ബീഡ്സോടെ പിടിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു ഫിനിഷിങ്ങിലെത്തും. അതെങ്ങനെയാണ് ചെയ്യുന്നതോടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്കത് ഇതുപോലത്തെ കുഞ്ഞൊരു ബീഡ്സ് ആണ് ചേർക്കാൻ പോകുന്ന ഗോൾഡ് ബീഡ്സ്. കണ്ടോ, ഇതുപോലത്തെ കുഞ്ഞൊരു ഗോൾഡ് ബീഡ്സ് ആയിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. സൂചി കോർത്തിട്ട്
സൂചി ഇങ്ങനെ കോർത്തെടുത്തിട്ട് ഇവരിച്ചിരി ട്രബിൾസമാണ്. കുഞ്ഞിക്കായ കണ്ണിലിട്ട കരികരിക്കുന്ന പോലത്തെയാണ്. അവരെയൊക്കെ നമ്മളിങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് ഇതേം കൂടെ തയ്ച്ചു വെച്ച് നമ്മുടെ ഉടുപ്പ് അങ്ങോട്ട് സുന്ദരാക്കും. നമ്മളോടാ കളി. അവരൊക്കെ എവിടെ ഓടിപ്പോയാലും നമ്മളവരെ പിടിച്ചു വെക്കും. കാരണം നമ്മുടെ ഉടുപ്പ് നമുക്ക് ഭംഗിയാവണ്ടേ. നമ്മൾ അടുത്ത മുത്തെടുക്കുന്നു. കണ്ടോ, നമ്മളിങ്ങനെ തയ്ച്ചു കൊടുക്കണം. എളുപ്പമല്ലേ? വീണ്ടും നമ്മൾ അടുത്ത മുത്തെടുക്കുന്നു. ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ മുത്തുകൾ വെച്ച് തയ്ച്ചു കൊടുക്കുമ്പോൾ ഇത് നല്ല ഫിനിഷിങ്ങിലേക്ക് എത്തും. അപ്പോൾ ഒരു കംപ്ലീഷൻ വരും, നമ്മുടെ വർക്കിന് ഒരു കംപ്ലീഷൻ വരും. ഇത്തവണ എന്തായാലും ഞാൻ റൈൻ സ്റ്റോൺ ഇട്ടിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അവർക്ക് എന്തൊരു റെസ്റ്റ് കൊടുത്തേക്കുക. അവർക്ക് വിഷമാവോന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ അവർക്കൊരു റെസ്റ്റ് കൊടുത്തേക്കാം. പാവങ്ങളെ എന്നും പിടിച്ച് തുണിയെ വെക്കുമല്ലേ, അവർക്ക് വിഷമമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ ഞാൻ ഇന്നത്തേക്ക് അങ്ങ് വിട്ടേക്കും. അവർക്ക് ലീവ് കൊടുത്തു. അവർക്ക് ഇന്ന് ആനുവൽ ലീവ് കൊടുത്തു വിട്ടേക്ക് കേട്ടോ. നമ്മൾ കുഞ്ഞൊരു ബീഡ്സുകളെ ഇതുപോലെ തയ്ച്ച് എടുക്കുന്നത് എന്ത് രസമാണ് നോക്കി കാണാനല്ലേ. ഈ ഗ്രീനറി വർക്ക് വന്നപ്പോഴത്തെ ഭംഗി നോക്കിക്കേ, ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കത്തില്ലേ? പ്രോമിസ് അല്ലേ? അപ്പോൾ ചെയ്ത് കഴിയുന്നവരൊക്കെ എനിക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് അവിടെ പിക്ചർ ഇടാവോ? എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. Facebook/റാണീസ് ലിറ്റിൽ വേൾഡ്, അതാണ് നമ്മുടെ പേജ്. അപ്പോൾ അതിൽ നിങ്ങൾ വന്നിട്ട് മെസ്സേജ് ഇടണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. എന്നിട്ട് എനിക്ക് കുറേ പിക്ചേഴ്സ് ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ചെയ്തിട്ട് എനിക്ക് പിക്ചേഴ്സ് തരാറുണ്ട്. അതിൻ്റെ എല്ലാം കൂടെ ഒരു ദിവസം ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞ നിങ്ങളുമൊക്കെ ആ വർക്കുകൾ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. അപ്പം ഞാനിതൊരിക്കൽ ഒരു വീഡിയോയിൽ ഇതെല്ലാം ഇടുന്നതായിരിക്കും. ഓക്കെ, കാരണം അതൊക്കെ ഒരു ഐഡിയ കിട്ടില്ല. എത്ര ഫാസ്റ്റിലാണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ വളരെ എളുപ്പമാണ്. ഈ വർക്കുകളെല്ലാം എളുപ്പമാണ്. പിന്നെ നമ്മളൊരു ശകല സമയം കണ്ടെത്തണം ഇതിന് വേണ്ടി എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ബാക്കിയും കൂടെ മുഴുവൻ ചെയ്തിട്ട് നിങ്ങളെ ഈ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം. നീലി ഫിനിഷായി. ഓക്കെ, നോക്കിക്കേ, നമ്മുടെ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ? നോക്കിക്കേ, നമ്മുടെ വർക്ക് മുഴുവൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ തോന്നേ? നല്ല രസം തോന്നില്ലേ? കണ്ടോ?